നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞില്ലേ മംഗല്യപൂജ ഫലം ചെയ്യുമെന്ന്. ദേവി തന്നെ സത്യം തെളിയിച്ചു. രോഹിത്തിന് ഞങ്ങളോട് എന്തൊക്കെയോ കൂടി പറയാനുണ്ടല്ലേ? തിരിച്ചറിഞ്ഞിട്ടും അവനെന്താ എന്നെ കാട്ടിക്കൊടുക്കാത്തെ? രോഹിത് തേടി നടന്ന സുസ്മിത അവള് തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്താ? രോഹിത്തിനെ വിശ്വസിച്ച് പണം മുടക്കിയവർക്ക് സുസ്മിതയെ കൊണ്ട് തന്നെ അവരുടെ പണം മടക്കി കൊടുക്കണം. രോഹിത്തിന്റെ അനിയത്തിയുടെ ഹൃദയ ശസ്ത്രക്രിയ നടത്തണം, അല്ലേ? അങ്ങനെ പണം മുടക്കി ആരുമില്ല. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തുകിടക്കുന്ന ഒരു അനിയത്തി എനിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. എനിക്കറിയായിരുന്നടാ ഇത് നിന്നെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇത്രയും സമയം കാത്തിരുന്നത്. നീ നമ്മക്കിട്ട് ഇല്ല ശാലി, ഞാനൊന്നും വിഷ്ണുട്ടൊന്ന് വീട്, നമുക്ക് സംസാരിക്കാം. ശാലി, ഇവൻ ആരാന്നറിയോ നിനക്ക്? ഇവൻ നമ്മളോട് പറഞ്ഞതല്ല കള്ളക്കഥകളാ. അവന്റെ റിയൽ എസ്റ്റേറ്റ് മാഫിയും ഹൃദയ ശസ്ത്രക്രിയക്ക് കാത്തിടക്കുന്നവന്റെ അനിയത്തി എന്നോടത് പറയിക്കണ്ട. ഇവൻ ആദ്യം കണ്ടപ്പോ തന്നെ ഇവൻ പറഞ്ഞ കഥകളുടെ സത്യാവസ്ഥ അന്വേഷിച്ചിരുന്നു ഞാൻ. ഇവൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നത് എനിക്ക് ബോധ്യമായി. സുസ്മിതയെ തേടിയുള്ള അന്വേഷണം ഞാൻ വേണ്ടാന്ന് വെച്ചു, അതുകൊണ്ട് തന്നെയാ. പക്ഷേ ഇവനെ എനിക്ക് വേണമായിരുന്നു. ഇവൻ എന്തിനിത്രയും കള്ളം പറഞ്ഞു വന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. അതിന് കാരണം നിങ്ങളാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.